അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം ലഭിച്ചിട്ടുള്ളത്, ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെങ്കിൽ ശാസ്ത്ര രഹസ്യങ്ങളും ശാസ്ത്രവിജ്ഞാനങ്ങളും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും വിവരിച്ചുകൊണ്ട് മനുഷ്യ പുരോഗതിയെ ഖുർആനിന് സഹായിച്ചുകൂടെ? എന്തുകൊണ്ട് അത്തരമൊരു കാര്യം ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല? ഇത് ദൈവിക ഗ്രന്ഥം തന്നെയല്ലേ എന്ന അന്വേഷണമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അത് അവകാശപ്പെടുന്നത് അത് പൂർണ്ണമായും ദൈവിക വചനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന സർവശക്തനായ സ്രഷ്ടാവിന്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ലക്ഷ്യം ജനങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കലോ ശാസ്ത്രീയമായ വിജ്ഞാനം നൽകുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുരോഗതി രൂപപ്പെടുത്തുകയോ ചെയ്യുക എന്നതല്ല. മറിച്ച് ഖുർആനിന്റെ ലക്ഷ്യം ഖുർആൻ തന്നെ വിശദീകരിച്ചതുപോലെ മനുഷ്യർക്ക് ജീവിതം പഠിപ്പിക്കുക, ദൈവിക സന്ദേശം നൽകുക, ജീവിക്കുന്ന മനുഷ്യർക്ക് മാർഗദർശനം നൽകുക എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നിർവഹിക്കുന്നതിനിടക്ക് ആനുഷംഗികമായി സൂചിപ്പിക്കപ്പെട്ട ചില ശാസ്ത്ര പരാമർശങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് സന്ദർഭോചിതം പരിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ ആധുനിക ശാസ്ത്രീയ സത്യങ്ങൾക്ക് വിരുദ്ധമല്ല എന്നത് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമുക്കറിയാം, ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ശാസ്ത്ര പുസ്തകമെടുത്താൽ ആ ശാസ്ത്ര പുസ്തകത്തിന്റെ ചുരുങ്ങിയതൊരു 70% അബദ്ധങ്ങളായിരിക്കും. 400 വർഷം മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകമെടുത്താൽ അതിൽ പരന്ന ഭൂമിയായിരിക്കും, ഭൂമിയെ ചുറ്റുന്ന സൂര്യനായിരിക്കും, അബദ്ധങ്ങളുടെ കൂമ്പാരമുണ്ടായിരിക്കും. അതേസമയം 1400 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയമായ ഒരു വിജ്ഞാനവും ലോകം നേടിയിട്ടില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രം പഠിച്ച ഒരു ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകന്റെ വായിലൂടെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ ആധുനിക ശാസ്ത്രീയ സത്യങ്ങൾക്ക്, ലേറ്റസ്റ്റ് സയന്റിഫിക് ട്രൂത്തിന് വിരുദ്ധമായൊരു ചെറിയ പരാമർശം പോലും ഖുർആനിലില്ല എന്നത് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഒട്ടേറെ ശാസ്ത്രീയ പരാമർശങ്ങൾ 1400 വർഷം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥത്തിൽ കാണുന്നു എന്ന അത്ഭുതം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ചില നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഭൂമി ഉരുണ്ടതാണെന്നതിന്റെ സൂചനകൾ ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചത് ഖുർആനിൽ നിന്നാണ്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വൈന്നാല മുസവൻ, സൂര്യന്റെ പ്രകാശം സ്വയം പ്രകാശമാണെന്നും ചന്ദ്രന്റെ പ്രകാശം പ്രതിപ്രകാശമാണെന്നും, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽഅർള കാനത്താ റത്ഖൻ ഫഫസഖനാഹുമാ, ആകാശഭൂമികൾ ഒറ്റക്കട്ടയായിരുന്നു, അവയും അതിസമ്മർദ്ദമായ ഒരു സമ്മർദ്ദത്തിന് വിധേയമായി പൊട്ടിത്തെറിച്ചതാണെന്ന ബിഗ് ബാങ് തിയറി പോലെയുള്ള ശാസ്ത്ര സൂചനകൾ, ആധുനിക ശാസ്ത്രത്തെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയ ഭ്രൂണശാസ്ത്ര സംബന്ധമായ പരാമർശങ്ങൾ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. വിവരിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് നൂറുകണക്കിന് ശാസ്ത്രീയ പരാമർശങ്ങൾ ഖുർആൻ അവതരിച്ചതിന് ശേഷം ശാസ്ത്രം ശരിവച്ചിരിക്കുന്നു എന്നതാണ്. എല്ലാറ്റിനേക്കാളും ഉപരി ഒരുപാട് സ്ഥലത്ത് പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ചും പ്രതിഭാസങ്ങളെക്കുറിച്ചും ആവർത്തിച്ച് പറയുന്ന ഖുർആൻ യാതൊരു അബദ്ധവും കാണുന്നില്ല എന്നത് സൂര്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് എന്ന് കാണുവാൻ സാധിക്കും. മറിച്ച് നാഗരികതയും കണ്ടുപിടുത്തങ്ങളും വളർച്ചയുമൊക്കെ മനുഷ്യ പുരോഗതിക്കനുസരിച്ച് ദൈവികാനുഗ്രഹം പോലെ ലഭിക്കേണ്ടതാണ്, മനുഷ്യർ കണ്ടുപിടിക്കേണ്ടതാണ്. ഖുർആനിന്റെ ആത്യന്തികമായ ലക്ഷ്യം അത്തരമൊരു ലക്ഷ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിനെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രീയ സത്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് ഖുർആനിന്റെ അത്ഭുതാവസ്ഥ വേഗം ബോധ്യപ്പെടുകയും ചെയ്യും എന്ന് കാണാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ചോദിക്കാണ്ട്. എന്റെ പേര് ഷാജി, കൈപ്പോങ്കലത്ത് വീട്. എന്റെ ചോദ്യം, ഇസ്ലാം മതം ഏത് നൂറ്റാണ്ടിൽ ആരുടെ കാഴ്ചപ്പാടിലൂടെ ഏത് രാജ്യത്ത് ഉദയം ചെയ്തു? ആ രാജ്യത്ത് ഇങ്ങനെയൊരു ഇസ്ലാം മതം ഉദയം ചെയ്യാനുണ്ടായ ജീവിത സാഹചര്യം എന്തായിരുന്നു?
എന്ത് ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ഏത് കാഴ്ചപ്പാടിലൂടെയാണ് പിന്നീട് ഇസ്ലാം മതം മുന്നോട്ട് സഞ്ചരിച്ചത്? ആ ലക്ഷ്യത്തിൽ എത്തുന്നതിൽ ഈ നിമിഷം വരെ ഇസ്ലാം മതത്തിന് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇസ്ലാം മതം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഏതെല്ലാം കാഴ്ചപ്പാടുകളാണ് പരാജയത്തിന് കാരണമായി ഇന്നും നിലകൊള്ളുന്നത്? ഇസ്ലാമിന്റെ ധാർമ്മിക ജീവിതം എന്ന ലക്ഷ്യം സാധാരണ ബുദ്ധിക്ക് താഴെയുള്ളവരിലും കുബുദ്ധികളുമായ മുസ്ലിം മനസ്സുകളിൽ എത്തിക്കുവാൻ പരാജയപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി? അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ വിജയിച്ച പ്രവാചകനാണോ മുഹമ്മദ് നബി? എന്തുകൊണ്ട് ഇസ്ലാമിൽ അടിമത്തം പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തില്ല? ഒന്ന്, എന്നാണ് ഇസ്ലാം ആരംഭിച്ചത്? ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് നിയോഗിതനായ ആദ്യത്തെ മനുഷ്യനോട് ദൈവം അരുൾ ചെയ്തു, ഒന്നാമത്തെ മനുഷ്യൻ, ഈ ഭൂമിയിൽ ആദ്യം മനസ്സും ആത്മാവും ശരീരവും ചേർന്നുണ്ടായ മനുഷ്യൻ എന്ന് രൂപപ്പെട്ടുവോ, എന്നുണ്ടായോ അന്നാകുന്നു ഇസ്ലാം എന്ന ജീവിതക്രമം ഉണ്ടായത്. അതിന് സമൂഹം വ്യതിചലിച്ച് പോയപ്പോഴൊക്കെ ആ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്മാർ നിയോഗിതരായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് മനുഷ്യാരംഭത്തോളമാണ് ഇതിന് പഴക്കമുള്ളത്. അത് എന്നാണ് സന്ദേശം വന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴൊക്കെ മനുഷ്യ സമൂഹം അതിൽ നിന്ന് അകന്നുപോയോ അപ്പോഴൊക്കെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദേവദൂതന്മാർ നിയോഗിതരായിരുന്നു. 1,24,000 വരുന്ന ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായത് ഇസ്ലാമിന്റെ തന്നെ പൂർവ്വ പ്രവാചകന്മാരുടെ അവതീർണമായ ആ മനുഷ്യരാശിക്ക് ലഭിച്ച അതേ ജീവിതക്രമത്തിന്റെ സമഗ്രമായ സമ്പൂർണമായ രൂപമാണ് മുഹമ്മദ് നബിയിലൂടെ അവതീർണമായത്, ലഭ്യമായത് മനുഷ്യരാശിക്ക്. ആ ജീവിത വ്യവസ്ഥ പൂർണ്ണമായി പുലർത്തപ്പെട്ട ഘട്ടമായിരുന്നു പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെ സച്ചരിതരായ പിൻഗാമികളായ ഖുലഫാഉർ റാഷിദ് എന്ന് പറയപ്പെടുന്ന അബൂബക്കർ, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ അഫ്ഫാൻ, അലി തുടങ്ങിയവരുടെ ഭരണകാലത്ത് ഇസ്ലാം സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, ധാർമ്മിക മേഖലയിൽ പൂർണ്ണമായി നിലനിന്നിരുന്നു. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ സ്വാഭാവികമായും കാലത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിൽ നിന്ന് ചിലപ്പോൾ ആളുകൾ വ്യതിചലിച്ചപ്പോൾ അതിന്റെ പൂർണ്ണതയോടുകൂടി നിലനിന്നില്ല. എന്നാൽ പോലും ചരിത്രത്തിൽ ഉമർ രണ്ടാമൻ എന്ന കാലം തൊട്ട് ഏറ്റവും അവസാന 20-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ കാലം ഉൾപ്പെടെ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഇസ്ലാമിന്റെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ക്രമം എല്ലാം നിലനിന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഒരാൾ ഇസ്ലാം പാലിക്കുന്നോ അത്രത്തോളം അയാളിൽ സൽഫലമുണ്ടാകും. നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം ഒരു കൂട്ടർ അത് സ്വീകരിക്കണമെന്നില്ല. നമുക്കറിയാമല്ലോ, പുകവലി ചീത്തയാണെന്നറിയാത്ത ആരുമില്ല. അതിന്റെ സിഗരറ്റിന്റെ പുറത്ത് തന്നെ എഴുതിയിരിക്കുന്നത് പുകവലി ആരോഗ്യത്തിന് അപകടകരമാണ് എന്നിട്ടും കോടിക്കണക്കിന് രൂപയുടെ സിഗരറ്റാണല്ലോ വിറ്റഴിക്കപ്പെടുന്നത്. മദ്യം തനിക്കും തന്റെ കുടുംബത്തിനും സമൂഹത്തിനും ദോഷമാണെന്ന് അറിയാത്ത ആരുമില്ല. എന്നിട്ടും കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ശരാശരി കേരളീയൻ 1,500 രൂപയുടെ മദ്യം കുടിക്കുന്നു, 15 രൂപയുടെ പുസ്തകം വാങ്ങുന്നു. 3,500 കോടി രൂപ കേരളീയർ അരിക്ക് വേണ്ടി ചെലവഴിക്കുന്നു, 12,500 കോടി രൂപ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ നല്ലതായതുകൊണ്ട് സ്വീകരിക്കുകയോ ചീത്തയായതുകൊണ്ട് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാം എന്നത് മനുഷ്യരാശിക്ക് ദൈവം നൽകിയ ഒരു ജീവിതക്രമമാണ്. മനുഷ്യാരംഭം മുതൽ ആരൊക്കെ അത് പൂർണ്ണമായി സ്വീകരിക്കുന്നോ അതിന്റെ സൽഫലം പൂർണ്ണമായി കാണാൻ കഴിയും. 90% പാലിച്ചാൽ 90% സൽഫലം, 80% നടപ്പാക്കിയാൽ 80% സൽഫലം, 50% നടപ്പാക്കിയാൽ 50% സൽഫലം. ചരിത്രത്തിൽ 100% നടപ്പാക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ 100% ഇതിന്റെ സൽഫലമുണ്ടായിരുന്നു. 80% നടപ്പാക്കിയപ്പോൾ 80% ഇന്നും ചില സ്ഥലങ്ങളിൽ 80% അവിടെ അതിന്റെ സൽഫലമുണ്ടാവും. ചില വ്യക്തികൾ ചിലപ്പോൾ 100% പാലിച്ചാൽ അതിന് 100% സൽഫലം അവരിലുണ്ടാവും. കുടുംബങ്ങൾ പാലിച്ചാൽ കുടുംബങ്ങളിലുണ്ടാവും. ആർ അതിനെ എത്രത്തോളം സ്വീകരിച്ച് നടപ്പാക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അതിന് സൽഫലം ഉണ്ടാവുക. അത് പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. കാരണം മുസ്ലിം അല്ലാത്ത ഒരാൾ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച, നിങ്ങൾക്കറിയാവുന്ന പോലെ മൈക്കൽ എച്ച് ഹർട്ട് എന്ന ക്രൈസ്തവ സഹോദരനായ ചരിത്രത്തെ വിശകലനം ചെയ്ത എഴുത്തുകാരൻ ലോകത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും പരിശോധിച്ച ശേഷം മനുഷ്യരാശി ഏറ്റവും സ്വാധീനിച്ച് ഏറ്റവും മാറ്റമുണ്ടാക്കിയ നേതാവ് ആര് എന്നന്വേഷിച്ചപ്പോൾ ക്രൈസ്തവ സഹോദരനായ അദ്ദേഹം കണ്ടെത്തിയ ഒന്നാമത്തെ നേതാവ് പ്രവാചകനായ മുഹമ്മദാണ് എന്നതിൽ നിന്ന് തന്നെ മനുഷ്യരാശി ഏറ്റവും സ്വാധീനിച്ച് അവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചത് ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് മുഹമ്മദ് നബിയാണ് എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിക്കാണല്ലോ ചെയ്തത്. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, 21-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ സ്വാധീനിക്കുകയും അവരിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ജീവിത രീതി ആരുടേതാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു,
മാർസ്, ആംഗൽസ്, ഐൻസ്റ്റീൻ, റസ്സൽ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, യേശു തുടങ്ങിയ ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്കറിയാം. അവരുടെയൊക്കെ ജീവിത കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ, മഹാത്മാഗാന്ധി ഉറങ്ങുമ്പോൾ ഏത് വശത്തേക്കാണ് ചെരിഞ്ഞു കിടന്നിരുന്നത്? ലോകത്താർക്കെങ്കിലും അറിയുമോ? ജവഹർലാൽ നെഹ്റു ടോയ്ലറ്റ് പോകുമ്പോൾ ഏത് കാലാണ് ആദ്യം എടുത്തു വെച്ചിരുന്നത്? തിരിച്ചു വരുമ്പോൾ ഏത് കാലാണ് ആദ്യം എടുത്തു വെച്ചിരുന്നത്? അവിടെ നിന്നൊന്ന് നിങ്ങൾ ഒരു നിമിഷം ഓർത്ത് നോക്കൂ. കാർൽ മാർക്സ് പല്ല് തേച്ചിരുന്ന ഏത് ഭാഗത്തിനായിരുന്നു? ബർട്ടൺ റസ്സൽ മുടി ചെയ്യത് ഏത് ഭാഗത്തേക്കായിരുന്നു? ലോകത്ത് ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയുകയില്ല. അതേസമയം ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ അമേരിക്കയിലെ, ആഫ്രിക്കയിലെ, യൂറോപ്പിലെ, ഇന്ത്യയിലെ, ചൈനയിലെ, അങ്ങനെ ലോകത്തിലെ 150 കോടി മനുഷ്യർ ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ പ്രവാചകനായ മുഹമ്മദിന്റെ അനുയായികളായ 150 കോടി മനുഷ്യർ ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ അവരെല്ലാവരും ഒരൊറ്റ വാചകം പറഞ്ഞു, എന്നെ ഉറക്കിൽ നിന്നുണർത്തിയ ദൈവമേ നിനക്കാണ് സർവസ്തുതിയും. അതിനുശേഷം അവർ ടോയ്ലറ്റിൽ പോയപ്പോൾ 150 കോടി മനുഷ്യർ ആദ്യം എടുത്തു വെച്ച് അവരുടെ ഇടത് കാലായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അവർ പറഞ്ഞു, ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ, അഥവാ മലമൂത്രം പോലുള്ള പ്രയാസത്തെ രക്ഷപ്പെടുത്തണമേ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും 150 കോടി മനുഷ്യർ അവിടെ വലത് കാൽ എടുത്തു വെച്ച് പുറത്തു വന്നു. അത് കഴിഞ്ഞ് അവർ കട്ടൻ ചായ കഴിച്ചപ്പോൾ ലോകത്ത് 150 കോടി മനുഷ്യർ വലത് കൈകൊണ്ട് കഴിച്ചു. അവർ പറഞ്ഞു, പരമകാരുണികനും ദയാമയനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇത് കുടിക്കുന്നു. അവസാനിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ചായ കഴിക്കാൻ, കാപ്പി കഴിക്കാൻ തന്ന ദൈവത്തിനാണ് സർവ്വസ്തുതിയുമെന്ന്. ഇന്ന് ഏറ്റവും അവസാനം ജീവിതം പുറത്തിറങ്ങിയപ്പോൾ അവർ കണ്ട സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ ദൈവത്തിന്റെ അസ്സലാമു അലൈക്കും എന്ന് ഹസ്തദാനം ചെയ്തു. ഏറ്റവും അവസാനം ഇന്ന് രാത്രി അവിടെ ഉറങ്ങാൻ പോകുമ്പോൾ ലോകത്തിലെ 150 കോടി മനുഷ്യർ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ലോകത്തിലെ 150 കോടി മനുഷ്യരുടെ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സമ്പ്രദായം, സംസ്കാരം, നാഗരികത, തീനി, കുടി ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നേതാവ്, 14 നൂറ്റാണ്ടിന് ശേഷം ഒരു നേതാവിന്റെ അദൃശ്യമായ വ്യക്തിത്വം അമേരിക്ക മുതൽ ജക്കാർത്ത വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് വിലയിരുത്തുവാൻ നമുക്കത് മാത്രം മതിയല്ലോ. ചോദ്യോത്തരങ്ങൾ ഏതാനും നിമിഷം നിർത്തിവെച്ചുകൊണ്ട് ദിശ എക്സിബിഷന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടുള്ള, ദിശയുടെ ആശയങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള മാഗസിൻ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഏറ്റുവാങ്ങുന്നത് ടി.എ. മുഹമ്മദ് മൗലവി. അവരെ രണ്ടുപേരെയും പരിപാടിക്കു വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രകാശന കർമ്മം നിർവഹിച്ച ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനും ഏറ്റുവാങ്ങിയ ടി.എ. മുഹമ്മദ് മൗലവിക്കും നന്ദി. എന്റെ പേര് ജയപ്രകാശ്, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. ചോദ്യം ഇതാണ്: ശരീഅത്ത് കോടതികളിൽ സ്ത്രീ സാക്ഷികളെ പുരുഷ സാക്ഷികൾക്ക് തുല്യമായി പരിഗണിക്കുന്നില്ല. അത് സ്ത്രീ ഇതിന് വിരുദ്ധമല്ലേ? ലിംഗനീതിക്ക് വിരുദ്ധമല്ലേ? എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളെ പുരുഷന്മാരുടെ പോലെ പരിഗണിക്കുകയില്ല. സ്ത്രീകൾ കൂടുതൽ ഇടപഴകുന്ന കാര്യങ്ങളാണെങ്കിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. ഉദാഹരണം പറയാം, മുലകുടി ബന്ധം പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്കാണ് സാക്ഷ്യത്തിൽ പ്രാധാന്യം ഉണ്ടാവുക. അതേസമയം പുരുഷന്മാർ കൂടുതൽ ഇടപെടുന്ന മേഖലയാണെങ്കിൽ അവരുടെ സാക്ഷ്യത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ സാമൂഹ്യ നീതിക്ക് ഭംഗം വരാതിരിക്കുമാർ സാക്ഷ്യം എന്ന ക്രമത്തെ ക്രമീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാക്ഷ്യം എന്നത്, കോടതിയിലെ സാക്ഷ്യം എന്നതൊക്കെ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നീതിയുടെ കാര്യമായതുകൊണ്ട് ഓരോരുത്തരുടെയും അനുഭവ പരിചയം എത്രത്തോളം ഉണ്ടാവുമെന്ന് പരിഗണിച്ചുകൊണ്ടാണ് സാക്ഷ്യത്തിന്റെ എണ്ണം നിശ്ചയിക്കുകയും ക്രമം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ അവഗണനയോ പരിഗണനയോ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ നിയമത്തിന്റെ സ്രോതസ് രണ്ടെണ്ണമാണ്. അതിലൊന്ന് ഖുർആനാണ്. രണ്ടാമത്തെ അതിന്റെ പ്രമാണം പ്രവാചകന്റെ ചര്യയാണ്. ഈ പ്രവാചകന്റെ ചര്യയാണ് ഇസ്ലാമിലെ എല്ലാ വിധി തീർപ്പുകളുടെയും അടിസ്ഥാനം, ആധാരം. ആ പ്രവാചകന്റെ ചര്യ നിവേദനം ചെയ്ത് രേഖപ്പെടുത്തിയത്, അഥവാ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് തന്നെ സ്ത്രീകളാണെന്നിരിക്കെ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് ഒരു അവഗണനയുമില്ല എന്നതിന്റെ തെളിവാണ് 700ഓളം പ്രവാചകന്റെ ശിഷ്യന്മാരായ സ്ത്രീകൾ പ്രവാചകന്റെ വചനം നിവേദനം ചെയ്യുകയും അത് ഇന്നും നിയമത്തിന്റെ സ്രോതസ്സായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത്. ഒരൊറ്റ സ്ത്രീ എന്ന നിലയിൽ 700 സ്ത്രീകൾ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച 700 സ്ത്രീകൾ പ്രവാചകനിൽ നിന്ന് ചര്യ രേഖപ്പെടുത്തിയത് പുരുഷന്മാർക്ക് പകർന്നു കൊടുക്കുകയും അതെല്ലാം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു അവഗണനയോ അവരുടെ സാക്ഷ്യത്തിന് പരിഗണിക്കപ്പെടാതെ അവർ പുറന്തള്ളുകയോ ചെയ്തിരുന്നുവെങ്കിൽ പ്രവാചകന്റെ വചനം രേഖപ്പെടുത്തുക എന്ന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യത്തിലായിരുന്നു അവർക്ക് പുരുഷനേക്കാൾ അവഗണന ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. 700 സ്ത്രീകൾ പ്രവാചകന്റെ ചര്യ നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ പത്നിയായ ആയിഷ
മാത്രം 2210 പ്രവാചക വചനങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാ സാക്ഷ്യത്തിന്റെയും വിധികളുടെ അടിസ്ഥാനമായ പ്രമാണത്തിൽ വരെ സ്ത്രീകളുടെ സാക്ഷ്യത്തെ പുരുഷന്റേതുപോലെ തന്നെ പരിഗണിച്ചിരിക്കുന്നു. പിന്നെ ഓരോന്നിനെയും സാക്ഷ്യത്തിന്റെ എണ്ണം നിശ്ചയിച്ചത് അതിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം. ഇതാണ് അതിലുള്ളത്. ന്യായാധിപനാകാൻ വരെ സ്ത്രീക്ക് ഇസ്ലാമിൽ അവകാശമുണ്ട് എന്നാണ് പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഒരു ചോദ്യം, ഈ കാലഘട്ടത്തിലും മിഥ്യയായ ദൈവവിശ്വാസത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഹീനമായ ശ്രമമല്ലേ ദിശയ്ക്ക് പിന്നിലുള്ളത് എന്നാണ്. ദിശയുടെ പിന്നിലുള്ള ലക്ഷ്യം മിഥ്യയായ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്ന ഹീനമായ ശ്രമമല്ലേ എന്നാണ് അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ദിശയുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ദൈവവിശ്വാസത്തിലേക്കും മതബോധത്തിലേക്കും ദൈവബോധത്തിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുക എന്നത് തന്നെയാണ്. അതേസമയം ചോദ്യകർത്താവ് ഉന്നയിച്ച ദൈവബോധം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നത് മിഥ്യയോ അതല്ലെങ്കിൽ അബദ്ധജടിലമായ ഒരു വിശ്വാസ ദർശനമോ അല്ല. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ടെന്നും ഒരു ദൈവം തമ്പുരാനുണ്ടെന്നും സാമാന്യ ബുദ്ധിക്കും ശാസ്ത്രീയ വസ്തുതകളെ വിശകലനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലളിതമായി മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. കാരണം നാം വരുന്നതിനു മുമ്പേ ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരവും അതിസുന്ദരവുമായ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നത് നമുക്ക് ശാസ്ത്രവസ്തുതകളെ ലളിതമായി പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം നാം പലപ്പോഴും ശാസ്ത്രീയ വസ്തുതകളെ പഠിക്കുന്നത് അതിന്റെ ചില വസ്തുതകൾ അല്ലെങ്കിൽ പോയിന്റുകൾ മാത്രമാണ്. ഇതിന്റെ പിന്നിലുള്ള ശക്തി ആരാണ്, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, ഇതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കുവാനുള്ള ഒരു അവസരം ശാസ്ത്രലോകത്തില്ല എന്നതാണ് ദുഃഖകരമായൊരു വസ്തുത. ഇപ്പൊ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭൂമിയുടെ ഈ സ്പീഡ് നിശ്ചയിച്ചത് ആരാണ്? സൂര്യനെ ചുറ്റാനുള്ള സംവിധാനങ്ങൾ തീരുമാനിച്ചതാരാണ്? സൂര്യനെ 15 കോടി കിലോമീറ്റർ അകലെ നിശ്ചയിച്ചതാരാണ്? സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് എത്തക്കത്ത വിധത്തിൽ അതിന്റെ റേഡിയേഷൻ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാരാണ്? കോടാനുകോടി നക്ഷത്രഗോളങ്ങൾ അത്ഭുതകരമായി പ്രപഞ്ചത്തിൽ സംവിധാനിക്കുകയും വിരിയിപ്പിക്കുകയും ചെയ്ത ശക്തി ആരാണ്? ഇത്തരമൊരു അന്വേഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ഒരു വസ്തുത മനസ്സിലാകും. നാം വരുന്നതിനു മുമ്പേ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തിൽ അത്യത്ഭുതകരമായ ആസൂത്രണം നടത്തിയ ഒരു ശക്തി ഉണ്ട് എന്ന വസ്തുതയിലേക്കാണ് ശാസ്ത്രവസ്തുതകളെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അതേസമയം ഒരു ദൈവമുണ്ട് എന്ന കേവല വിശ്വാസത്തിനപ്പുറം ആ ദൈവം നമ്മുടെ കൂടെയാണെന്നും നേരത്തെ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആ ദൈവം നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും ആ ദൈവത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്ന സന്ദേശമാണ് ദിശ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് നൽകുന്നത്. ദൈവം പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ മാത്രം പരിമിതമല്ല. നാം ജീവിക്കുന്ന മുഴുവൻ മേഖലയിലും നമ്മോടൊപ്പം ദൈവമുണ്ട്. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിനോട് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തമുള്ള ജീവിതമാണ് മനുഷ്യൻ നയിക്കുന്നത് എന്ന ബോധം, അതാണ് ദൈവബോധം. ആ ദൈവബോധത്തിന്റെ അഭാവമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പലപ്പോഴും ആളുകൾ അമ്പലങ്ങളിലും ചർച്ചുകളിലും പള്ളികളിലും ഒക്കെ പോകുന്നവരാണ്, ഹജ്ജിനും ശബരിമലയ്ക്കൊക്കെ തീർത്ഥാടനങ്ങൾ പോകുന്നവരാണ്. പക്ഷെ അവരുടെ മതവിശ്വാസം ഈ ആരാധനകളിൽ പരിമിതമാണ്. അതേസമയം തങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും മതത്തിന്റെയും ദൈവബോധത്തിന്റെയും ചിന്തകൾ കടന്നു വരാത്തതിന്റെ ദുര്യോഗമാണ് ദിശാ സ്റ്റാളുകളുടെ ആദ്യ സ്റ്റാളുകളിൽ നമ്മൾ കാണുന്നത്. പീഡനവും സ്ത്രീ പീഡനങ്ങളും അതുപോലെ തന്നെ പലിശക്കെടുതികളും അതുപോലെ എല്ലാ ദുരന്തങ്ങളും നടത്തുന്നത് ഇതേ മതവിശ്വാസികൾ തന്നെയാണ്. കാരണം അവർ ധരിച്ചു വച്ചിരിക്കുന്നത് തങ്ങളുടെ മതം അത് വ്യക്തി ജീവിതത്തിൽ പരിമിതമാണ്, തങ്ങളുടെ ദൈവം അത് ചില ആരാധനകളിൽ മാത്രം പരിമിതമാണ് എന്ന കാഴ്ചപ്പാടാണ്. ദിശ നൽകുന്ന വലിയ സന്ദേശം ഈ ദൈവബോധവും മതബോധവും ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും അത് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അത് മനുഷ്യ സമൂഹത്തെ നാഗരികതയിലേക്കും പുരോഗതിയിലേക്കുമാണ് യഥാർത്ഥത്തിൽ നയിക്കുന്നത്. മനുഷ്യരെ തെറ്റായ വഴിയിലേക്കല്ല. ആധുനിക സമൂഹത്തിന്റെ സകല പ്രശ്നങ്ങളുടെയും കാതലായ വശം നമ്മൾ പരിശോധിച്ചാൽ ഈ ദൈവബോധത്തിന്റെയും മതബോധത്തിന്റെയും അഭാവമാണ് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരം ഒരു ദുരന്തത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ ദൈവബോധത്തിലേക്കും മതബോധത്തിലേക്കും നയിക്കുക വഴി മനുഷ്യകുലത്തെ വിമോചനത്തിലേക്ക് നയിക്കുക എന്ന മഹത്തായ ദൗത്യവും ലക്ഷ്യവുമാണ് ദിശയുടെ പിന്നിലുള്ളത് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്.
പെൺകുട്ടികളെ പ്രണയത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ലവ് ജിഹാദ് ഭരണഘടന അനുവദിക്കുന്ന മതപരിവർത്തനമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അത് ടെററിസ്റ്റുകളുടെ കുതന്ത്രമല്ലേ? ഒന്ന്, യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വല്ല സംഭവം ഉണ്ടോ? പ്രണയമുണ്ട്, സംശയമില്ല. പ്രണയം ഏതെങ്കിലും ജാതിക്കാർ മറ്റൊരു ജാതിക്കാരെ മാത്രമല്ല, സ്വന്തം ജാതി മുസ്ലിങ്ങൾ മുസ്ലിം ആൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട്, മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു സഹോദരന്മാരെ പ്രണയിക്കുന്നുണ്ട്, ഹിന്ദു കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പ്രണയിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുസ്ലിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ. കലാലയങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിലവിലുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയും നിലവിലുള്ള കലാലയ സംവിധാനങ്ങളിലുമൊക്കെ കലാലയ പ്രേമം എന്നോ കലാലയ കാമം എന്നോ പറയേണ്ടുന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും തീർപ്പ് കിട്ടിയില്ല. കാരണം പ്രേമവും കാമവും ഒന്നല്ല. പലപ്പോഴും കലാലയങ്ങളിൽ പ്രേമത്തെക്കാളേറെ കാമമാണുള്ളത് എന്നതാണ് ഇന്ന് ഏതാണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരായ ആളുകൾ പറയുന്നത്. ഏതായിരുന്നാലും കലാലയ കാമമോ കലാലയ പ്രേമമോ നടക്കുന്നുണ്ട്. ഇത് അതേപോലത്തോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ചിലപ്പോൾ വിവാഹവും നടക്കുന്നുണ്ട്. വിവാഹത്തിന് ശേഷം മതം മാറുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അതിന് മിശ്രവിവാഹം എന്ന് പറയാൻ കൂടി ചിലപ്പോൾ പറ്റുകയില്ല. കാരണം ചിലപ്പോൾ രണ്ടു കൂട്ടരും മതമില്ലാത്തവരാണെങ്കിൽ പിന്നെ എന്ത് മിശ്രവിവാഹം? മതമില്ലാത്തവരും തമ്മിലുള്ള വിവാഹം ഒരിക്കലും മിശ്രവിവാഹം അല്ലല്ലോ. അത് പേരൊരു പക്ഷേ അറബിയായിരിക്കാം, മറ്റൊരു പക്ഷേ മലയാള പേരായിരിക്കാം. അതുകൊണ്ട് അത് മിശ്രവിവാഹം എന്ന് പോലും പറയാൻ പറ്റുകയില്ല. ഇവിടെ ചോദ്യം ഇതാണ്, പ്രശ്നം ഇതാണ്. പ്രണയം എന്നത് നിയമപരമായി ഇന്ത്യയിൽ തെറ്റല്ലല്ലോ. അത് തെറ്റല്ല, ഇന്ത്യയിൽ ഏതായാലും തെറ്റല്ല. പ്രണയ വിവാഹവും തെറ്റല്ല ഇന്ത്യൻ നിയമം അനുസരിച്ച്. മതപരിവർത്തനം എന്നതും ഇവിടെ തെറ്റല്ല. പിന്നെ പ്രണയിച്ച ഒരാൾ അല്ലെങ്കിൽ വിവാഹിതരായ ആളുകൾ മതം മാറ്റുന്നു എന്നതാണോ തെറ്റ്? അതും ഇന്ത്യൻ നിയമപരമായി തെറ്റല്ല. പിന്നെ മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുന്നുണ്ടോ? മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുക എന്നൊരു രീതി എന്തായാലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമ്പോൾ അത് ഇസ്ലാമികമാവുകയുമില്ല. പ്രവാചകന്റെ കാലത്ത് ഹിജറ അഥവാ മക്കയിൽ നിന്ന് യസ്രിബ് മദീനയിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയെക്കുറിച്ച് പറയവേ അവിടുന്ന് മക്കയിൽ നിന്ന് പുരുഷന്മാർ മദീനയിലേക്ക് എത്തിയാൽ അവരെ തിരിച്ചയക്കണമെന്നത് ഹുദൈബിയ എന്ന പ്രവാചകനും മക്കയിലെ എതിരാളികൾ നമ്മുടെ സന്ധിയുടെ ഭാഗമായിരുന്നു. പക്ഷെ സ്ത്രീകൾ എത്തിയാൽ തിരിച്ചയക്കേണ്ടതുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചയക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ വരവേ പറഞ്ഞു. മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് മദീനയിലേക്ക് എത്തിയ സ്ത്രീകൾ അവർ എന്തിനാണ് വന്നത് എന്ന് പരിശോധിക്കണം. അവർ പുരുഷന്മാരും പ്രേമത്തിന്റെ ഭാഗത്തിൽ ആവശ്യത്താണ് വന്നതെങ്കിൽ അവരെ സ്വീകരിക്കേണ്ടതില്ല. മറിച്ച് അവർ യഥാർത്ഥത്തിൽ ആദർശമാറ്റം സംഭവിച്ച് വിശ്വാസമാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വന്നതാണ് മദീനയിലേക്കെങ്കിൽ അവരെ സ്വീകരിക്കുവാനേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. അവർ മറിച്ച് മറ്റുദ്ദേശത്തോടു കൂടി പ്രേമമോ ഭൗതിക താല്പര്യമോ ആണെങ്കിൽ അവരൊരിക്കലും സ്വീകരിക്കേണ്ടതില്ല. ഫംതഹിനൂഹുന്ന എന്നാണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മുംതഹിന എന്നാണ്. ആ പരീക്ഷണം നടത്തണം, പരിശോധിക്കണമെന്നാണ്. അങ്ങനെ പരിശോധിച്ച ശേഷം വന്നത് ആദർശമാറ്റത്തിലൂടെയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ല കാമമോ പ്രേമോ ആണെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. എല്ലാ ഹദീസ് പ്രവാചക വചനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിലെയും ഒന്നാമത്തെ പ്രവാചക വചനം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും അവരുടെ ഉദ്ദേശമനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫമൻ കാന ഹിജ്റത്തുഹു, ആരുടെയെങ്കിലും ഹിജറ പലായനം, അയാൾ ദൈവത്തെ പ്രതീക്ഷ കൊണ്ടാണെങ്കിൽ അത് ദൈവമാർഗത്തിലാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതേ അയാൾക്ക് കിട്ടുള്ളൂ, അയാൾക്ക് വേറൊരു ഗുണവും അതുകൊണ്ട് കിട്ടുകയില്ല എന്നത് വ്യക്തമായി അപ്പോൾ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകരെയും കണിശമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റാൻ വേണ്ടി പ്രേമിക്കുക എന്ന സംഭവമേ ഇല്ല, ഉണ്ടാവുകയുമില്ല. പിന്നെ ഇവിടെ എന്താ സംഭവം നിങ്ങൾ ഓർത്തു നോക്കൂ. ഇവിടെ നടക്കുന്നത് ശുദ്ധമായ പ്രചാരണ യുദ്ധമാണ്, മാധ്യമങ്ങളുടെ പ്രചാരണ യുദ്ധമാണ്. മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ളതെന്ന് അവകാശപ്പെടുന്ന ഒരു ദിനപത്രം ഒരു ദിവസം 4 ലേഖനം പ്രസിദ്ധീകരിച്ചു, അവിടെ എഡിറ്റോറിയൽ വെച്ച്. ആ ലേഖനങ്ങളിലായിരുന്നു ആദ്യമായി ലവ് ജിഹാദി എന്ന പദം പ്രയോഗിച്ചത്. അത് പ്രയോഗിച്ച് കേരള ഹൈക്കോടതിയുമല്ല ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷെ ആ പ്രയോഗത്തെ തുടർന്ന് അതേ സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ആ പത്രം നടത്തിയ നിലപാടിനെ കോഞ്ഞപ്പള്ളിയിലെ വിചാരണ വേളയിൽ കോടതി നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അതായിരുന്നു. പക്ഷെ ആ വിമർശിച്ചു എന്നതിന് ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ പ്രചാരണം നൽകിയില്ല. അതേസമയം ലവ് ജിഹാദി എന്ന് പ്രയോഗിച്ചു. ജിഹാദി എന്നത് ഇസ്ലാമിലെ വളരെ വിശുദ്ധമായ ഒരു പദമാണ്. അത് ധർമ്മ സമരത്തിന് പ്രയോഗിക്കുന്ന പദമാണ്. വിശ്വാസികൾ നിർവഹിക്കേണ്ട മഹത്തായ ഒരു കാര്യമാണ് ജിഹാദ്. അതിനെ ഏറ്റവും വൃത്തികെട്ട ഒന്നിനോട് കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇവിടെ മാധ്യമങ്ങൾ ചെയ്തത്. ചില തീവ്ര വർഗീയ സംഘടനകൾ ചെയ്തതാ. വർഗീയ സംഘടന എന്നാൽ നിങ്ങൾ ധരിക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു സമൂഹത്തിലെ വർഗീയ സംഘടന അല്ല, ഒന്നിലേറെ സമൂഹങ്ങളിലെ തീവ്ര വർഗീയ കാഴ്ചപ്പാടുകളോട് ചെയ്തതും അതാണ് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ ജിഹാദ് എന്ന പദത്തെ വളരെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
പാശ്ചാത്യ പ്രചാരണത്തിന്റെ ഭാഗമായി ഇവിടെയും അത് ഉപയോഗിച്ചു. ഇപ്പോൾ അത് ഉപയോഗിച്ച് ഏറ്റവും മോശമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നതാണ് വസ്തുത. അത് വസ്തുതയുമായി യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ ബന്ധപ്പെട്ട കുട്ടികൾ തന്നെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഞങ്ങളെ ആരും നിർബന്ധിച്ചില്ല മതം മാറാൻ എന്നവർ പറഞ്ഞു. അവസാനത്തിലും അവർ അത് തന്നെ പറഞ്ഞു. കോടതി അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞതിലും പറഞ്ഞു അങ്ങനെ കേരളത്തിൽ നടക്കുന്നില്ല. അപ്പോൾ വിചിത്രമായൊരു ആവശ്യമാണ് കോടതി വെച്ച് എന്താ വെച്ചാൽ കേരളത്തിൽ ലവ് ജിഹാദി ഇല്ല എന്ന് തെളിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇത് വിചിത്രമാണ്. ഇത് ലോകത്തിലെ നീതിന്യായ ചരിത്രത്തിലെ ഒരുപക്ഷെ അത്യപൂർവമായ സംഭവമായിരിക്കും ഇല്ല എന്ന് തെളിയിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടുക എന്ന്. അത് നിയമവ്യവസ്ഥയിൽ ലോ കോളേജിൽ പഠിക്കേണ്ടതില്ല, സാമാന്യ നിയമവ്യവസ്ഥ അറിയുന്നവർക്കറിയാം ഒരു കാര്യം ഇല്ല എന്ന് സ്ഥാപിക്കാനല്ല ബാധ്യത, ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. പക്ഷേ നമ്മുടെ ഹൈക്കോടതി ഈ പത്രപ്രചാരണങ്ങൾ സൃഷ്ടിച്ച മാധ്യമ പ്രചാരണങ്ങൾക്കൊക്കെ വശംവദമായി കോടതി പോലും വിചിത്രമായ ചില ഉത്തരവുകൾ നൽകുന്നു എന്നതാണ്. ഇല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ ഉത്തരവാദപ്പെട്ട പോലീസുകാരോട് ആവശ്യപ്പെട്ടു എന്നത്. അങ്ങനെയാണ് പോലീസുകാർ ഇത് സംബന്ധിച്ചിപ്പോൾ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനും ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കലാലയ പ്രേമങ്ങളെ തെറ്റായി ഉപയോഗിക്കുകയും മതസമൂഹങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു നിമിഷത്തോട് നോക്കൂ, 4000 പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അത് പറയുന്ന സമുദായത്തിന് അപമാനകരമല്ലേ? തങ്ങളുടെ സമുദായത്തിലെ 4000 പെൺകുട്ടികൾ ഇങ്ങനെ ചില മറ്റ് സമുദായത്തിലെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പോകുന്നവരാണ് എന്ന് വരുന്നെങ്കിൽ ഇത് വളരെ ആ സമുദായത്തിന് അപകടമല്ലേ? ഇത് പെൺകുട്ടികൾ അപമാനിക്കലല്ലേ? പെൺകുട്ടികളാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് അവരേതെങ്കിലും ഒരു പ്രലോഭനം നടത്തുമ്പോഴേക്കൊക്കെ ചാടിപ്പോകാൻ മാത്രം ഓടിപ്പോകാൻ മാത്രം വിവേകശൂന്യരും പക്വതയില്ലാത്തവരും തന്റേടയില്ലാത്തവരും സ്വാതന്ത്ര്യബോധമില്ലാത്തവരുമായ ചവറുകളാണ് എന്നല്ലേ ഇവർ പറയുന്നത്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളൊക്കെ ഇത്രയേറെ ചവറുകളാണോ? ഇത്രയേറെ അടിമകളാണോ? ഇത്രയേറെ അന്തം കെട്ടവരാണോ? ഇത് യഥാർത്ഥത്തിൽ സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ രാജ്യത്തെ കോടതിയും ആ സംബന്ധ പ്രചാരണം നടത്തുന്നവർ ആരൊക്കെയാണെങ്കിലും അവർ ഈ രാജ്യത്തെ പെൺകുട്ടിയെ സ്ത്രീവർഗത്തെ അപമാനിക്കുകയാണ്, അവരുടെ മാന്യതയെ കെടുത്തുകയാണ്, അവരൊന്നിനും കൊള്ളരാത്തവരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം മതസമുദായങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകാര്യമേ അല്ല. അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഉണ്ടാവുന്നതായി തെളിയിക്കുവാൻ സാധ്യവുമല്ല എന്നാണ് വസ്തുത. എന്റെ പേര് സെബി, കുട്ടനല്ലൂരാണ് സ്വദേശം. എനിക്ക് ആഘോഷങ്ങളോടനുബന്ധിച്ച് ചന്ദ്രനെ കാണുന്നതായി ബന്ധപ്പെട്ട് അവധി മാറ്റുന്ന സാധാരണയുള്ള മുസ്ലിം വിശേഷ ദിവസങ്ങളിലെ അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. സാധാരണ ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയായിരിക്കുന്നു ഈ തലേദിവസം ചന്ദ്രനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവധി മാറ്റുക. അപ്പൊ അതനുസരിച്ച് പരീക്ഷകൾ മാറ്റുക, ഹർത്താൽ പ്രഖ്യാപിക്കുന്ന പോലെ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇപ്പൊ ചന്ദ്രനെ കാണുന്നത് എത്ര മൈക്രോ സെക്കൻഡ് വെച്ച് പോലും അത് കൃത്യമായി മുൻകൂട്ടി ചെയ്യാവുന്ന രീതിയിൽ ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രത്തെ ഉപയോഗിച്ച് അത് മുൻകൂട്ടി കണ്ടുപിടിച്ചുകൂടെ? ഇപ്പൊ ഇവിടുത്തെ മൈക്ക്, ലൈറ്റ് ഇതൊക്കെ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ചന്ദ്രനെ കാണുന്ന കാര്യത്തിൽ പത്രത്തിൽ അറിയിപ്പ് കൊടുത്ത് കടപ്പുറത്ത് ആരെങ്കിലും കണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു അവധി മാറ്റം എന്തിനാണ്? അത് നിങ്ങൾക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് വേറെ ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഈ ബാങ്ക് വിളിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോളാമ്പി മൈക്ക് നിരോധിതമായ ഒരു സംഗതിയാണ്. അപ്പൊ വിവിധ മതങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്ര ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്ന, എനിക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ശല്യമാണ്, ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ ബാങ്ക് വിളി നിരോധിതമാണ് ഈ മൈക്കുന്നതാണ് എന്റെ അറിവ്. അപ്പൊ അത് ഒഴിവാക്കിക്കൂടെ? നിങ്ങളുടെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് എന്തിനും ബാക്കിയുള്ളവരെ ഒരു ശല്യപ്പെടുത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ KER അനുസരിച്ചിട്ട് മതചിഹ്നങ്ങൾ പാടില്ല സ്കൂളുകളിൽ. എന്റെ അറിവനുസരിച്ച് KER അനുസരിച്ചിട്ട് സ്കൂളുകളിൽ മതചിഹ്നങ്ങൾ പാടില്ല. അപ്പൊ ശബരിമലയിൽ പോകുമ്പോൾ മുണ്ടെടുക്കുന്നതായാലും തട്ടോടുന്നതായാലും ശരിക്ക് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പാടില്ല. അപ്പൊ എന്തിനാണ് ഈ ചെറിയ കുട്ടികൾ തൊട്ട് നീ മുസ്ലിമാണ് അല്ലെങ്കിൽ നീ മറ്റൊരു ജാതിയിൽപ്പെട്ടവരാണ്, അപ്പൊ ഇത്തരം മതചിഹ്നങ്ങൾ ഒഴിവാക്കിക്കൂടെ? ഈ മനുഷ്യ പുരോഗതിയുടെ ഒന്നിപ്പിനും സമാധാനത്തിനും ഒക്കെ ഈ മതചിഹ്നങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ഇനി കൂടുതൽ ചോദിക്കാൻ ഉണ്ട്, ഞാൻ ഇപ്പൊ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ചന്ദ്ര മാസത്തെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ചാണ്. ചന്ദ്രൻ അന്തരീക്ഷത്തിൽ ഉണ്ടായെങ്കിൽ എന്നതല്ല അതിലെ പ്രവാചക വചനവും അതിലെ മതപരമായ കാര്യവും. അത് ചന്ദ്രനെ കാണുക, ആരെങ്കിലും വിശ്വസ്തരായ ആളുകൾ കണ്ടാൽ അത് അനുസരിച്ചാണ് മാസത്തിന് നിർണയം ഉണ്ടാവേണ്ടത്. ഒന്ന്. രണ്ടാമത്തൊന്ന്, സമീപകാലത്തിൽ സംബന്ധമായുള്ള പഠനത്തിൽ നടത്തിയ നിരീക്ഷണത്തിൽ തന്നെ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറയാം, ഇവിടെ ചാന്ദ്ര മാസത്തെ കണക്ക് കൊണ്ട് നിശ്ചയിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ചെറിയ ശതമാനം, കേരളത്തിൽ ആകപ്പാട് 1500 ആളുകൾ എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് മുസ്ലിം സമൂഹത്തിലുണ്ടാവും. അവർ ഈ പ്രാവശ്യം അവരുടെ നോമ്പ് നിശ്ചയിച്ചത്, ഈ കഴിഞ്ഞ നോമ്പിൽ അവർ നോമ്പ് നിശ്ചയിച്ചത് അതടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മാസപ്പിറവി കാണുന്നതിന് 2 ദിവസം മുമ്പായി പോയി അത് എന്നതായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ വ്രതവേളയിൽ വ്യത്യാസം സംഭവിക്കാൻ കാരണം അതായിരുന്നു. അപ്പോൾ കണക്കിനെ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്നവർ
ഇത് കാഴ്ച അവലംബിച്ച് ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യാസം സംഭവിക്കുന്നു എന്നത് തന്നെ. അത് ഒരു ദിവസമല്ല, ഇത്തവണ ഇത് 2 ദിവസമായി എന്നതിൽ നിന്ന് തന്നെ ഇതുമായി സംബന്ധമായി സൂക്ഷ്മമായ ഒരറിവ് നൽകുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇനി അങ്ങനെ അറിവ് എല്ലാവർക്കും കിട്ടുകയും അത് സമൂഹത്തിന്റെ മതസമൂഹങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ ഏകീഭാവം ഉണ്ടാവും. അത്തരമൊരു സൂക്ഷ്മ അറിവ് കിട്ടുകയും അത് ഏകീഭാവം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലമാണെങ്കിൽ വരികയാണെങ്കിൽ തീർച്ചയായും പുതിയ മുന്നോട്ടുള്ള പ്രയാണത്തോട് പക്ഷേ അന്ന് അത് കാണുകയും അന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരൊറ്റ ദിവസമാവും. അപ്പോൾ പിന്നീട് മാറ്റിവരുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ സമയം അറിയിക്കാനും ഉണർത്തുവാനും അതിലേക്ക് ആളുകൾ ക്ഷണിക്കാനുമുള്ള ക്ഷണമാണ് യഥാർത്ഥത്തിൽ ബാങ്ക്. അതേക്കുറിച്ച് 2 കാഴ്ചപ്പാട് നിലക്കാണ്ട്. അരോചകമായി ചിലപ്പോൾ അത് തോന്നുന്ന ചില ആളുകളുണ്ട്. സമുദായം ജാതി വ്യത്യാസമല്ല, ചിലർ അതിൽ തന്നെ ഒരു സംഗീതാത്മകത കാണുകയും അതിനെ ആ അർത്ഥത്തിൽ ആസ്വദിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാവും. പക്ഷെ ഇവിടെ 2 ഉദ്ദേശമല്ല. ഉദ്ദേശിച്ചിരിക്കുന്നത് സമയം അറിയിക്കുവാനും ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതാണ് ബാങ്ക്. അത് മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാവാതിരിക്കാനാണ് പരമാവധി ശ്രമിക്കേണ്ടത്, പരമാവധി കഴിയുന്നത്ര. അതുകൊണ്ട് ഒരുപാട് നഗരത്തിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ 1 or 2 പള്ളികളിൽ നിന്ന് ഈ സമയം അറിയിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ബാക്കി പള്ളികളിൽ മെല്ലെ അഥവാ പുറത്തേക്ക് ശബ്ദമില്ലാതെ നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല. പക്ഷേ സമയം അറിയിക്കുക എന്നൊരർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നു. അത്തരമൊരു കാര്യം ഇവിടെ എന്തായാലും നിയമപരമായി പൂർണ്ണമായി എന്ന് നിരോധിക്കപ്പെടുന്നോ അന്ന് ഉപയോഗിക്കാൻ കഴിയുകയുമില്ല. മറ്റ് സമൂഹങ്ങൾക്ക് എന്ന പോലെ മുസ്ലിങ്ങൾക്കും കഴിയുകയില്ല. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം സംഭവം സമയം അറിയിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുക. അതിന്റെ അർത്ഥം തന്നെ ഹയ്യാൽ സ്വലാത്ത് ഹയ്യാൽ ഫലാഹ് എന്ന നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരിക, വിജയത്തിലേക്ക് വരിക എന്ന് സമയം അറിയിക്കുകയും അതിലേക്ക് ആളുകൾ ക്ഷണിക്കുകയുമാണ് അതുവഴി ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തന്നെയല്ലേ ഒരു മാർഗമുള്ളൂ എന്നതാണ്. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുക എന്ന സംഭവം നിലനിൽക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം പിന്നെ KER അനുസരിച്ച് മതചിഹ്നങ്ങൾ പാടില്ല എന്നൊന്ന് KER ഇല്ല എന്നാണ് എന്റെ ധാരണ. എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് ഈ തൃശ്ശൂരിൽ തന്നെ വന്ദേ മാതരം ചൊല്ലാൻ വിസമ്മതിച്ചപ്പോൾ അത് നമ്മുടെ സുപ്രീം കോടതിയിൽ ആ കേസെത്തുകയും വന്ദേ മാതരം ചൊല്ലേണ്ടതില്ല എന്നും ഓരോ സമൂഹത്തോടെ മതപരമായ അനുഷ്ഠാനങ്ങളും രീതികളും സ്വീകരിക്കുകയും ചെയ്യാമെന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള ക്ലോസുകൾ 25 മുതൽ 30 വരെയുള്ള ക്ലോസുകളിൽ മതസ്വാതന്ത്ര്യത്തെയും മതപ്രചാരണ സ്വാതന്ത്ര്യത്തെയും അത് വ്യക്തിയിലും സമൂഹത്തിലുമൊക്കെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഊന്നിപ്പറയുന്നതാണല്ലോ നമ്മുടെ ഭരണഘടന. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കോ മറ്റാർക്കോ അത് തടയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പിന്നെ എല്ലാവരും ഒരേ വേഷം സ്വീകരിക്കുക, അതാണ് സംസ്കാരമെന്നോ അതാണ് പുരോഗതിയെന്നോ പറയാൻ കഴിയുമോ? വൈവിധ്യതയിലല്ലേ സൗന്ദര്യം ദർശിക്കേണ്ടത്? എല്ലാവരും ഒരേ വേഷം സ്വീകരിക്കുക, ഒരേ രീതി സ്വീകരിക്കുകയാണോ വേണ്ടത്? ഒരു തോട്ടത്തിലെ പുഷ്പങ്ങൾക്കൊക്കെ ഒരു നിറവും ഒരു ഗന്ധവും ആവുന്നതാണോ നല്ലത്? വൈവിധ്യതയിലല്ലേ യഥാർത്ഥത്തിൽ ലോകത്തിന്റെയും സൗന്ദര്യം, കലാലയങ്ങളുടെയും സൗന്ദര്യം അതിന്റെ വൈവിധ്യതയിലല്ലേ? എല്ലാവരും ഒരേ രീതി സ്വീകരിക്കുന്നതിലാണോ സൗന്ദര്യം? അതുവഴി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ സോവിയറ്റ് യൂണിയനിലും ചൈനയിലുമൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നില്ലേ? പക്ഷേ അവിടുത്തെ ഗവൺമെന്റുകൾ തകർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വംശീയതയും ഏറ്റവും വലിയ വിഭജനവും സംഭവിച്ച് അത്തരം നാടുകളിലല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ വേഷം ഒന്നായതുകൊണ്ടോ ആചാരങ്ങളെ കൃത്രിമമായി ഒന്നാക്കിയത് കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഇസ്ലാം എന്ന മതപരമായ വിശ്വാസത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ്. അതിൽ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മുഖവും മുൻകൈ ഒഴിച്ചുള്ള ശരീരഭാഗം മറക്കണമെന്നത് ഇസ്ലാമികമായ ശാസനയുടെ ഭാഗമാണ്. അത് ദോഷമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ വേഷമൊക്കെ സ്വീകരിക്കുന്നത് ഗുണദോഷം അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം അവസാനിപ്പിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് ഏത് വേഷമാണ് ഈ രാജ്യത്തിന് നല്ലത്? സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നു പുരുഷന്മാരും സ്ത്രീകളും. അവിടെ വയറിന്റെ ഈ ഭാഗവും പുറത്തിന്റെ ഈ ഭാഗവും കയ്യിന്റെ ഇവിടെ നിന്നിട്ടുള്ള ഭാഗവും ഒക്കെ പുറത്ത് കാണിക്കുന്ന വസ്ത്രമാണോ നല്ലത്? അതല്ല, അതുകൂടി മറക്കുന്ന വസ്ത്രമാണോ ആണുങ്ങൾ കൂടുതൽ ജോലി ചെയ്യാൻ നല്ലത് ഓഫീസിൽ? ക്ലാസ് എടുക്കുന്ന അധ്യാപികമാർ അവിടെ വയറും അവിടെ പുറവും അവിടെ കുറെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്നതാണോ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ കൂടുതൽ ക്ലാസ്സിൽ കിട്ടാൻ നല്ലത്, അതോ അവിടെ മറക്കുന്നതാണോ? നമ്മുടെ രാജ്യത്തിലെ ബസ്സിൽ കയറുന്ന സ്ത്രീകൾ ഇവയൊക്കെ മറക്കുന്നതാണോ അപകടം കുറയാൻ നല്ലത്, അതോ ഇവയൊക്കെ തുറന്നിടുന്നതാണോ? ഇവ മറക്കുന്നു എന്നത് എന്തെങ്കിലും ഒരു ദോഷം ഇവിടെ ചെയ്യുന്നുണ്ടോ? തലമുടി കൂടി മറക്കുന്നു. തലമുടി സൗന്ദര്യത്തിന്റെ ഭാഗമാണെന്നില്ല ആർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ടല്ലേ മലയാള കവി പാടിയ കെട്ടടിഞ്ഞോമന വിട്ടഭാഗത്തെയും വിട്ട നിരമ്പപ്പരപ്പിനെയും മുറ്റി നിന്നീടുന്നു മുഗ്ധമാങ്കാർക്കുഴൽ നീടുറ്റ നിലത്തഴക്കു ചുറ്റുമെന്ന് മലയാള കവി പാടി. അതുകൊണ്ടാണല്ലോ. അപ്പൊ ഈ സൗന്ദര്യം പുറത്ത് തുറന്നു കാണിക്കലാണോ നല്ലത്? ഇതൊക്കെ ഒരു ചോദ്യമാണ്.
ഇതെന്താണ് ഈ രാജ്യത്തിന് നല്ലത്, എന്താണ് സമൂഹത്തിന് നല്ലത്, സുരക്ഷയ്ക്ക് നല്ലത് എന്ന അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ധരിക്കുന്നു എന്ന് പുരോഗതിക്ക് തടസ്സമല്ല ഇന്ന് ആധുനിക സമൂഹം സാക്ഷ്യം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിന് ധീരമായി പൊരിയത് ഇറാനിലെ പെണ്ണുങ്ങളാണ്. അവരൊക്കെ മുഖമക്കനെ ധരിച്ചവരാണ്. പിന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മർദ്ദക ഭരണകൂടത്തിനെതിരെ പൊരുന്നത് പലസ്തീനിലെ പെൺകുട്ടികളാണ്. അവരും മുഖമക്കനെ ധരിച്ചവരാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഈ വസ്ത്രദാനം തടസ്സമാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മദർ തെരേസയുടെ വസ്ത്രം അവരുടെ സേവനത്തിന് തടസ്സമായിട്ടില്ലല്ലോ. അതുപോലെ ചാന്ദ്രയാത്രികയുടെ മുഖം ഉൾപ്പെടെയുള്ള മറിച്ച് അവിടെ പുരോഗതി തടസ്സമായില്ലല്ലോ. അല്ലെങ്കിൽ അല്പം വിചിത്രമല്ലേ അവസ്ഥ? ഈ പാശ്ചാത്യ അമേരിക്കൻ പ്രസിഡന്റ് വസ്ത്രധാരണം അല്ലേ ഇസ്ലാമിലെ ഈ പെൺകുട്ടികൾ ധരിക്കുന്നത്? അവിടെ എന്താ ധരിച്ച്? പാൻസ് ധരിച്ചു, ഷർട്ട് ധരിച്ചു, ടൈ കെട്ടി, ഓവർകോട്ട് ഇട്ടു, തലയിൽ തൊപ്പിയിട്ടു, കാലിൽ ഷോക്സ് ഇട്ടു, ഷൂ ഇട്ടു. അതാ മുഖം മുൻകൈ ഒടിച്ചൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് മറിച്ചിട്ട് ഒരു ദോഷമില്ലല്ലോ. അതാ. പക്ഷെ പെണ്ണുങ്ങളൊക്കെ തുറന്നിടുകയും ആണുങ്ങളൊക്കെ മറക്കുകയും ചെയ്യണമെന്നത് പുരുഷന്മാരുടെ കുടിലമായ തന്ത്രമാണ്. ഞങ്ങൾ സ്വന്തം ഭാര്യമാരുടെ സൗന്ദര്യം ആസ്വദിച്ചാൽ പോരാ, അങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലും ഓഫീസിലും സ്കൂളിലും തന്നെ എല്ലാ പെണ്ണുങ്ങളുടെയും വയറും കാണണം, പുറം കാണണം, കയ്യിന്റെ നല്ല മുഴപ്പുള്ള സ്ഥലമൊക്കെ കാണണം, തലമുടിയൊക്കെ കാണണം ആഗ്രഹിക്കുന്ന പുരുഷന്റെ താല്പര്യമാണ്, സ്ത്രീയുടെ താല്പര്യമല്ല. സ്ത്രീയുടെ വസ്ത്രധാരണത്തിനെതിരെയുള്ള പുരുഷ ഭാഗത്തുണ്ടാകുന്ന പലപ്പോഴുമുള്ള വിമർശനം എന്നതാണ് യഥാർത്ഥത്തിൽ അവസ്ഥ.